ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. വളരെ ദൂരെയായിട്ട് നമുക്ക് STS ക്രെയിനും പോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോർട്ടിൽ നിന്നൊരു ടഗ് ബോട്ട് പോർട്ടിന്റെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇന്ന് വളരെയധികം തെളിഞ്ഞ കാലാവസ്ഥയാണ്. പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നിലും ഫോഗ് കാണും, അല്ലെങ്കിൽ മഴയുണ്ട്. പല പ്രതിസന്ധികളും തരണം ചെയ്താണ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വളരെ തെളിഞ്ഞ കാലാവസ്ഥയായ കാരണം ഇന്ന് നമ്മുടെ ബെർത്തിങ്ങിലേക്ക് പോകുന്ന ഷിപ്പിനെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടക്കാണ് ഇത്. പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോകുന്ന ടക്കാണ്. ഇന്ന് നമുക്ക്, എനിക്ക് തോന്നുന്നു, ഈ ടഗ് പോയിട്ട് കപ്പലിന്റെ അടുത്ത് പോയി പൈലറ്റ് കപ്പലിലേക്ക് കയറുന്ന വിഷ്വൽ ലഭിക്കും. കാരണം കപ്പൽ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയുമാണ്. അതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പോർട്ടിലെ പൈലറ്റ് കപ്പലിലേക്ക് പ്രവേശിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കാണാൻ, ഈ ചാനലിലൂടെ ആദ്യമായിട്ട് കാണാൻ സാധിക്കും. വേറെ കുറെ ചാനലിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അടുത്ത് നിന്ന് കാണാൻ പോകുന്നത്. നമുക്ക് പോകാം ആ വിഷ്വലിലേക്ക്. ഫ്രണ്ട്സ്, വളരെ ദൂരെയായിട്ട് നമുക്ക് കപ്പലിനെ കാണാൻ സാധിക്കും. നമുക്കൊന്ന് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് വളരെ തെളിഞ്ഞ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. ഫോഗോ മഴയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതിനാൽ നമുക്ക് കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പോർട്ടിൽ പലപ്പോഴായിട്ട് വന്നു പോകുന്ന കപ്പൽ തന്നെയാണിത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുന്ന കപ്പൽ തന്നെയാണ് MSC ക്യാപ്റ്റൗൺ 3 എന്ന് പറയുന്ന ഫീഡർ വെസൽ. ഈ കപ്പലിന്റെ അടുത്തേക്ക് ടഗ് ബോട്ട്, ഇപ്പൊ നമ്മൾ തൊട്ടു മുന്നേ കണ്ട ഡോൾഫിൻ 26 എന്ന് പറയുന്ന ടഗ് ബോട്ട് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെയായിട്ടും കപ്പലിലേക്ക് പൈലറ്റ് കയറുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇറങ്ങുന്നത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ കപ്പലിലേക്ക് പൈലറ്റ് കയറുന്നത് കാണുന്നത്. ഇതായിപ്പോൾ ടഗ് ബോട്ട് തൊട്ടടുത്തിരിക്കുന്നു. ഒരു സാഹസിക നിമിഷം തന്നെയാണിത്. കാരണം കപ്പലിലേക്ക് പൈലറ്റ് കയറുന്നത്, കപ്പലും ഈ ടഗും റണ്ണിങ്ങിൽ തന്നെയാണ്, സ്റ്റോപ്പ് അല്ല. ഈ റണ്ണിങ്ങിൽ തന്നെയാണ് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് കപ്പലിലേക്ക് കയറുന്നത്. ഇപ്പോൾ പൈലറ്റ് ടഗിന്റെ ഏറ്റവും മുന്നിലായിരിക്കുന്നു. ടഗ് കപ്പലിനോട് ചേർന്ന് നിർത്തുന്നത് കാണാൻ സാധിക്കും. നമുക്ക് കണ്ടോ, വളരെയധികം ചേർന്ന് നിർത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരു കപ്പലിൽ നിന്നും ഒരു ലാഡറും, 2 ലാഡറാണ് നിലവിലുള്ളത്. ഒരു ലാഡർ നിലവിൽ റോപ്പ് കൊണ്ടിട്ടുള്ള ലാഡറും, അല്ലെങ്കിൽ കപ്പലിൽ ഫിക്സ് ചെയ്ത ലാഡറും, അങ്ങനെ 2 ലാഡർ നിലവിൽ നമുക്ക് കപ്പലിന്റെ സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത്. അതപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് പോർട്ടിലെ പൈലറ്റ് അത് ആ റോപ്പ് കെട്ടിക്കുന്ന ലാഡറിലൂടെ തൂങ്ങി കയറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിലവിൽ ഫിക്സഡ് ലാഡറിലേക്ക് കാലെടുത്ത് വെച്ച് പോകുന്നു. ഉണ്ടോ, ഒരു സാഹസികം തന്നെയാണ് ഇങ്ങനെ കപ്പലിലേക്ക് കയറുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ഈ പൈലറ്റുമാർ കയറുന്ന കാരണം അവർക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. ഉണ്ടോ, ഇങ്ങനെയാണ് കപ്പലിലേക്ക് പൈലറ്റ് കയറുന്നത്. രണ്ടും, അതായത് കപ്പലും ടഗ് ബോട്ടും റണ്ണിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ കണ്ടാൽ സാധിക്കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും. എത്ര സ്പീഡാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ തന്നെ, വളരെ സ്ലോയും അല്ല, നല്ലൊരു സ്പീഡിൽ തന്നെയാണ് രണ്ടും പോകുന്നത്. അതിനുശേഷം ടഗ് തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് പോർട്ടിലെ പൈലറ്റ് കപ്പലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച. ഇനി കപ്പൽ നമ്മുടെ പോർട്ടിനകത്തോട്ട് വരുന്ന വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഇതുവരെ എപ്പോഴും ഞാനങ്ങനെ പറയാറുണ്ടെങ്കിലും നിലവിൽ ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയിൽ കപ്പലിനെ കാണാൻ വളരെ മനോഹരം തന്നെയാണ്. MSC ക്യാപ്റ്റൗൺ 3 ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോർട്ടിനകത്ത്, അതായത് കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ച് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. MSC ക്യാപ്റ്റൗൺ 3 ആവട്ടെ 222 മീറ്ററാണ് ലെന്ത് വരുന്നത്, 30 മീറ്ററാണ് ബെർത്ത്, 16.8 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്, 12 മീറ്ററാണ് നിലവിലെ മാക്സിമം ഷിപ്പിന്റെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ വരുന്നത് 7.5 മീറ്റർ ഡ്രാഫ്റ്റോടെയാണ് വരുന്നത്. 24 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 2826 TEU കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. അത് മാത്രമല്ല, റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഷിപ്പ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ വളരെ മനോഹരമായി നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റ് കയറിയതിനു ശേഷം ടഗ് ബോട്ട് തൊട്ട് ബാക്കിലായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷമാണ് പോർട്ടിനകത്തോട്ട് കപ്പൽ കയറുന്നത്. എല്ലാ കപ്പലും അങ്ങനെ തന്നെയാണ്. പോർട്ടിനകത്തോട്ട് ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം തന്നെയായിരിക്കും പോർട്ടിനകത്തോട്ട് കയറുന്നത്. എന്നാലും നമുക്കിപ്പോൾ ബ്രിഡ്ജ് പോർഷനും കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഷിപ്പ് തന്നെയാണ് MSC ക്യാപ്റ്റൗൺ 3. 2006 ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. 12/9/2006 ബിൽഡ് ചെയ്ത MSC ക്യാപ്റ്റൗൺ 3
ഇപ്പോൾ ഈ പറയുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് വളരെ കുറവായതിനാൽ ഇപ്പോൾ നമുക്ക് ബൾബസ് ബോയൊക്കെ കാണാൻ സാധിക്കും. ആ ബൾബസ് ബോ തിരമാലയുടെ ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിച്ച് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ബൾബസ് ബോ ഏറ്റവും മുന്നിലെ ആ പോർഷനാണ്. കപ്പലിനെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ വളരെ വേഗം കുറയ്ക്കുന്ന ഈ വാട്ടറും കപ്പലും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ ബൾബസ് ബോ എന്ന് പറയുന്ന ആ ഒരു രീതി ആ ഒരു മോഡലിലാണ് മുൻഭാഗം നിർമ്മിച്ചിട്ടുള്ളത്. ആ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതോടൊപ്പം വളരെ മനോഹരമായ ദൃശ്യം സമ്മാനിക്കുന്നു MSC ക്യാപ്റ്റോൺ 3. ഇപ്പോൾ നമുക്ക് ബൾബസ് ബോയുടെ സൈഡ് പോർഷൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഷിപ്പിന്റെ ഡ്രാഫ്റ്റും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. 7.5 മീറ്ററാണ് നിലവിലെ ഡ്രാഫ്റ്റ്. ഇപ്പോൾ വളരെ വളരെ ഭംഗിയായിട്ട് ഷിപ്പ് മുന്നോട്ട് പോകുന്നു. കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഷിപ്പിന്റെ ആങ്കർ രണ്ട് സൈഡിലായിട്ടുണ്ട്. ഈ പറയുന്ന ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോർട്ടിലെ പൈലറ്റിനെ കൊണ്ടുപോയത് ഡോൾഫിൻ 26 ആണെങ്കിൽ ഇപ്പോൾ 27 ഉണ്ട്. ഇപ്പോൾ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കടന്ന് പോർട്ടിനകത്തോട്ട് കപ്പൽ കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളെ കാണുന്നത്. നമ്മുടെ ബ്രേക്ക് വാട്ടർ പലപ്പോഴായിട്ട് ഞാൻ പറയുന്നത് പോലെ 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ പോർട്ടിനകത്ത് നമ്മുടെ ഫീഡർ വെസലായ MSC ക്യാപ്റ്റോൺ 3 എത്തിയിരിക്കുന്നു. MSCയുടെ തന്നെ ധാരാളം കണ്ടെയ്നറും നമുക്കതിൽ കാണാൻ സാധിക്കും. ഷിപ്പിലെ ഫോർമാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടുമുന്നേ ബ്രിഡ്ജ് പോർഷൻ കാണാൻ സാധിക്കും. അത് മാത്രമല്ല കപ്പലിനകത്ത് ധാരാളം റീഫർ കണ്ടെയ്നറുകളായിട്ട് കാണാൻ സാധിക്കും. 586 TEU റീഫർ കണ്ടെയ്നറാണ് കപ്പലിന് മാക്സിമം ആയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. കണ്ടെയ്നർ കപ്പാസിറ്റി 2826 TEUയും റീഫർ കണ്ടെയ്നർ 586 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. റീഫർ കണ്ടെയ്നർ എടുത്തു പറയാൻ കാരണം ധാരാളം റീഫർ കണ്ടെയ്നർ MSC ക്യാപ്റ്റോൺ 3-ലുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഫീഡർ വസലും മദർ വസലും ധാരാളമായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് വന്നു പോകുന്നത്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാ ഷിപ്പും സ്കാൻ ചെയ്യുന്നത് പോലെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി കണ്ടെയ്നർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. റീഫർ കണ്ടെയ്നറാണ് നമുക്ക് ഈ വശത്ത് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കപ്പലിന്റെ ബ്രിഡ്ജ് പോർഷനും കാണാൻ സാധിക്കും. അതുമാത്രമല്ല ലൈഫ് ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും. എമർജൻസി ഘട്ടത്തിൽ പോകുന്ന ലൈഫ് ബോട്ടും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇതാ നമുക്ക് ബ്രിഡ്ജ് പോർഷന്റെ ഈ ബാക്കിലെ പോർഷൻ കാണാൻ സാധിക്കുന്നതോടൊപ്പം നിലവിൽ ഈ പറയുന്ന ഫണൽ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. നാവിഗേഷൻ എക്യുപ്മെന്റ്സ് കാണാൻ സാധിക്കും. ഇതെല്ലാം വ്യക്തമായിട്ട് നാവിഗേഷനും റഡാറും ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് MSC ക്യാപ്റ്റോൺ 3 നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബാക്കിലത്തെ ഡെക്ക് പോർഷനിൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫീഡർ വെസലാവട്ടെ നിലവിൽ അതായത് ഇപ്പോൾ 2006 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. ഇതിൽ ബ്രിഡ്ജ് പോർഷനിൽ തന്നെയാണ് നിലവിൽ ഫണൽ വരുന്നത്, അതായത് ഇഞ്ചിന്റെ ഔട്ട്പുട്ട് എക്സോസ് വരുന്നത്. ഈ ബ്രിഡ്ജ് വിങ്ങും ബാക്കി എല്ലാം വരുന്നതെല്ലാം ഒരൊറ്റ സെക്ഷനായിട്ടാണ്. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് പണിത ഷിപ്പുകൾക്കെല്ലാം ബ്രിഡ്ജ് പോർഷൻ ഫ്രണ്ടിലും ഫണൽ പോർഷൻ ബാക്ക് പോർഷനിലുമായിട്ട് നമ്മൾ ധാരാളം ഷിപ്പുകളെ കണ്ടിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് വന്നതോടെയാണ് നമുക്ക് ധാരാളം ഷിപ്പുകളെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇതാ ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും തിരിഞ്ഞ്, അതായത് നമ്മുടെ ഈ പറയുന്ന ബർത്തിലല്ല നമ്മുടെ പോർട്ടിനകത്ത് നിന്നും കപ്പൽ തിരിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഷിപ്പുകളെല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും എങ്ങനെ വേണോ ഷിപ്പിന് തിരിയാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഷിപ്പ് തിരിയുന്നതാണ്. പലപ്പോഴായിട്ട് പല രീതിയിലാണ് വിഴിഞ്ഞം പോർട്ടിൽ ബെർത്തിങ് നടക്കുക. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നടത്താം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നടത്താം, നേരെ പോയിട്ട് ബെർത്തിലേക്ക് അടുക്കാം. അങ്ങനെ പല രീതിയിലേക്ക് അടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഷിപ്പ് ഈ പറയുന്ന പോർട്ടിനകത്ത് ആഴം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ 7.5 മീറ്റർ ഡ്രാഫ്റ്റുള്ള MSC ക്യാപ്റ്റോൺ 3ക്ക് അതിന്റെ 2 ഇരട്ടിയോളം ആഴം നിലവിൽ നമ്മൾ ഈ ക്യാപ്റ്റോൺ 3 നിൽക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അപ്പോൾ കോൺഫിഡന്റ് ആയിട്ട് ഷിപ്പുകൾക്ക് ഏത് വിധത്തിലൂടെ ആയാലും തിരിഞ്ഞ് ബെർത്തിങ്ങിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അത് തെളിയിച്ച കപ്പലുകളാണ് MSC ഈ പറയുന്ന ഖെയ്ലി. ഫസ്റ്റ് തെളിയിച്ച കപ്പൽ MSC ഖെയ്ലിയാണ് 16.5 മീറ്റർ ഡ്രാഫ്റ്റ്. രണ്ടാമതും നമ്മുടെ പോർട്ടിൽ MSC ഖെയ്ലി വന്നിരുന്നു. അതിനുശേഷം നിലവിൽ MSC ക്ലൗഡ് ജെറാർഡ്, സൗത്ത് ഏഷ്യയിലെ ഒരു പോർട്ടിലും കയറാത്ത MSC ക്ലൗഡ് ജെറാർഡ് 16.7 മീറ്റർ ഡ്രാഫ്റ്റോടെ വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ കപ്പലും ഏറ്റവും വലിയ ഡ്രാഫ്റ്റുമുള്ള കപ്പൽ MSC ക്ലൗഡ് ജെറാർഡ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നീളത്തിന്റെ കാര്യത്തിൽ MSC അന്ന പോലുള്ള 400 മീറ്റർ നീളമുള്ള കപ്പലും വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയ കപ്പലുകളൊന്നാണ്. ഇതുവരെയായിട്ട് നമ്മൾ ഏതാണ്ട് 1.5 ലക്ഷം ഈ കണ്ടെയ്നർ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ധാരാളം കപ്പൽ ഇനിയും വരും എന്നുള്ള കാര്യത്തിൽ ഏതൊരുവിധ സംശയമില്ല.
ഇനി നമുക്ക് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള NH66 മുതൽ നിലവിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരെയുള്ള കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു വീഡിയോ ഒരു ദിവസം മുന്നേ, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു ദിവസം മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ 1700 മീറ്ററാണ് ടോട്ടൽ ലെന്ത് വരിക. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം പലർക്കും കുറച്ച് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. 41 മിനിറ്റോളം വീഡിയോ ഉണ്ട്. വീഡിയോ ലെന്ത് കൂടിപ്പോയെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം നമ്മളൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സമയമെടുക്കും. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, പോർട്ടിൻ്റെ അപ്ഡേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഫാസ്റ്റായിട്ട് പോരുത്, ഞങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കട്ടെ അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത് മാത്രം. അതായത് ഞാൻ ഇപ്പോൾ എന്നെപ്പോലെ വേറെ ഏത് യൂട്യൂബർ ആയാലും വേറെ ഏത് ചാനലായാലും നിലവിൽ ഇതുപോലെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മാത്രം വിശ്വസിക്കേണ്ടി വരും. നിലവിൽ പക്ഷേ ഒന്ന് സ്ലോയിലായി കഴിഞ്ഞാൽ ഇതിൽ ഈ വീഡിയോ കാണുന്നവരിൽ പലരും എഞ്ചിനീയേഴ്സ് ഉണ്ട്, നിലവിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്, പല ലെവലിലുള്ള ആൾക്കാർ, സാധാരണക്കാരുണ്ട്, പലരും ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് കണ്ടാൽ മനസ്സിലാവുന്ന വർക്ക് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ കണ്ടാൽ മനസ്സിലാവാത്ത ഒരു വർക്കും അവിടെ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന വർക്ക് നിലവിൽ എനിക്ക് ജസ്റ്റ് ചിലവർ ചെയ്യുന്നത് എനിക്ക് എത്ര പേരെന്ന് എനിക്കറിയില്ല. അവിടെ വർക്കൊന്നും ചിലപ്പോൾ നടക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നതിന് കാരണം അവരെ കുറ്റം പറയാൻ ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം നമ്മുടെ പോർട്ടിനെ കുറിച്ച് നെഗറ്റീവ് പോസിറ്റീവ് പറയേണ്ട അധികാരം എല്ലാവർക്കും ഉണ്ട്. കാരണം PPP മോഡലിൽ പണിയുന്ന നമ്മുടെ പോർട്ടിന് നമ്മുടെ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. അതിനാൽ എല്ലാവർക്കും അത് പറയേണ്ട അധികാരമുണ്ട്. ആരെയും അധികാരത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട അവകാശമില്ല. അപ്പോൾ നിലവിൽ അങ്ങനെ തോന്നുന്നവർക്ക് ഒന്നേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പറയുന്ന പാലത്തിൻ്റെ ആ NH66 ബ്രിഡ്ജിൻ്റെ പോർഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവിടെ വർക്കൊന്നും നടക്കുന്നില്ലെന്നേ തോന്നൂ. കാരണം നിലവിൽ അവിടെ ഓരോ ദിവസം എന്നാലും ചെറിയ മാറ്റങ്ങൾ, ഒന്നും നടക്കുന്നില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങൾ അവിടെയും കാണാൻ സാധിക്കും. പുല്ല് പടച്ചു കിടഞ്ഞ സ്ഥലങ്ങൾ മൊത്തവും ക്ലീൻ ചെയ്ത് ഈ പറയുന്ന മെറ്റലും അയൺ റോഡ്സ് അവിടെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കും. അത് ഒരു വ്യത്യാസം തന്നെയാണ്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്ര മാത്രമേ നടന്നിട്ടുള്ളൂ എന്നൊരു ചിന്താഗതി വരും. പക്ഷേ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് തൊട്ടപ്പുറത്താണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. അതാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ കാരണം, കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ 1700 മീറ്ററിൻ്റെ ഇടയ്ക്ക് 2 വലിയ കുളം പോലത്തെ പ്ലേസാണുള്ളത്. ഈ 2 വലിയ കുളം പോലത്തെ പ്ലേസിലും ഹെവി ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി വരുന്ന പോർഷൻ വയൽ പോർഷനാണ്. നമ്മളെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഈ വയൽ പോർഷനിലെല്ലാം വയലിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മണ്ണ് ഫില്ല് ചെയ്ത് റോഡ് ചെയ്യുന്നത് എന്ന് അതേ മെത്തേഡിൽ തന്നെയാണ് നിലവിൽ ആ വയലിലെ ചെളി മൊത്തവും കോരി മാറ്റി ഒരു 5-6 മീറ്ററോളമാണ് ചെളി മൊത്തവും ലോറിയിലേക്ക് കോരി മാറ്റുന്നതും നമ്മൾ ആ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കണ്ടോട്ട്. കോരി മാറ്റിയതിന് ശേഷം ഉറപ്പുള്ള പ്ലേസ് വന്നൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളെ ട്രെഡ്ജ് ചെയ്ത മണൽ, ചുമ്മാ മണൽ കൊണ്ട് ഡംപ് ചെയ്യുക അല്ല, 2 സൈഡിലായിട്ട്, അതായത് നിലവിൽ 4 വരി പാതയുടെ 2 സൈഡിലായിട്ട് പാനലിംഗ് ഫിക്സ് ചെയ്യുന്നു. ഈ പാനലിംഗ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ട്രെഡ്ജ് ചെയ്ത മണൽ ഡംപ് ചെയ്തതിന് ശേഷം ഓരോ ലെയറും, അതായത് 25 മുതൽ 30 സെൻറ്റിമീറ്റർ കണക്കിന് നിലവിൽ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്ത് 2-3 ഐറ്റം ഉണ്ട്. ഈ ജിയോ ക്ലോത്തും ഇട്ടതിന് ശേഷം ഈ പറയുന്ന ട്രെഡ്ജ് ചെയ്ത മണലിട്ട് ഹെവി മെഷീൻസ് ഉപയോഗിച്ച് പുഷ് ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഓരോ 25 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ വെച്ച് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഹെവി ക്രെയിൻ ഉപയോഗിച്ച് പാനലിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ആദ്യ വീഡിയോയിൽ തന്നെയുണ്ട്. ഈ ഹെവി പാനലിംഗ് ഹെവി ടെൻഷനിൽ ടൈറ്റ് ചെയ്തിട്ടാണ് അത് നമ്മളീ കാണുന്ന റോഡിൻ്റെ സെൻറ്ററിലോട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വർക്കുകൾ ലെയർ ബൈ ലെയർ ആയിട്ട് ഫില്ല് ചെയ്ത് ഈ പറയുന്ന പ്ലേസുകളെല്ലാം ഫില്ല് ചെയ്ത് വരുന്നത്. ഇത്രത്തോളം വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇത് കണ്ടെയ്നർ കൊണ്ടുപോകുന്നതിന് റോഡ് കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് റോഡാണ്. ഈ റോഡിലൂടെ ഹെവി കണ്ടെയ്നർ ലോറിയാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വ്യക്തമായി ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടും ലോറി താന്നു പോകുന്നു എന്ന് ആശങ്കയുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും താഴ്ന്നു പോകാത്ത രീതിയിൽ തന്നെയായിരിക്കും വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം പറയുമ്പോൾ നിലവിൽ നമ്മുടെ കപ്പൽ ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ബെർത്തിന്റെ പോർഷനിലേക്ക് നീങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ MSC ക്യാപ്റ്റൂൺ 3 എന്ന് പറയുന്ന ചെറിയൊരു ഫീഡർ വെസൽ എന്ന് പറയാൻ കാരണം ധാരാളം വലിയ മദർഷിപ്പുകൾ വന്നു പോകുന്ന പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ഫീഡർ വെസൽ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഫീഡർ വെസൽ നമ്മുടെ ബെർത്തിങ്ങിലേക്ക് പോയി മൂറിങ്ങിലേക്ക് പോകുന്ന കാഴ്ച ഇനി നമുക്ക് കാണാം. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ വീഡിയോ ഓട്ടിക്കുന്നത്, വളരെ സ്ലോ ആയിട്ടാണ് കപ്പൽ ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് പോകുന്നത്. വളരെ സ്ലോ അല്ല, നിലവിൽ മദർഷിപ്പുകൾ വരുന്ന സ്ലോ അത്രയൊന്നുമില്ല. ഫീഡർ വെസലാകുമ്പോൾ വളരെ കുറഞ്ഞ ഡ്രാഫ്റ്റ് കൂടിയാകുമ്പോൾ വളരെ വേഗത്തിലായിട്ട് ബെർത്തിൻ്റെ പോർഷനിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറുടെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന
ഓരോ വീഡിയോ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.